എനിക്ക് എൻ്റെ ഈ കുട്ടിക്കാലം മുതലുള്ള ഇപ്പോൾ വരെ എത്തി നിൽക്കുന്ന ഞാനൊരു 50 വർഷത്തിൻ്റെ ആഘോഷത്തിലാണ്. അതെ, അങ്ങനെ സംഭവം കേട്ടോ, നിങ്ങളുമായിട്ടും പങ്കുവെക്കണം. നമുക്ക് ഇവിടെ കൂടി അങ്ങ് ആഘോഷിക്കാം. ആ ആഘോഷത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ പറയും. കാരണം ലോകം മുഴുവനായിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ ലോക പ്രേക്ഷകരുള്ള ഒരു ക്യാമറയിൽ വന്ന് ചാനലിൽ വന്ന് എനിക്കിത് പറയാൻ കഴിയുന്നത് എത്ര അഭിമാനകരമാണെന്ന് എനിക്ക് വാക്കുകളിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ 52 കൊല്ലമായി ഞാൻ പാട്ട് പാടുന്നു. അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ പഠനത്തിനപ്പുറം കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനി സംഗീതമോ പഠിച്ചു എന്ന് പറയുന്നതിനപ്പുറം അതിൻ്റെ ഒരുപാട് പ്രതിഭകളെ കേൾക്കാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ്. അതിൽ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്, അത് പ്രത്യേകിച്ച് മലബാറുകാരനാകുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്യും, ബാബുക്കയെ, MS ബാബുരാജ് എന്ന പ്രിയപ്പെട്ട ബാബുക്കയെ കാണാൻ കഴിഞ്ഞവർ വളരെ കുറച്ച് ഇപ്പം ഇന്ന് ഈ തലമുറയിൽ സജീവമായിട്ടുള്ളവരിൽ ഉണ്ടാവുള്ളൂ, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ ഇന്ന് സജീവമായവരിൽ കുറച്ച് പേര് ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പുതുതലമുറയ്ക്ക് അതിൻ്റെ ഭാഗ്യം, ഇപ്പോൾ വേണുവേട്ടൻ പറയാറുണ്ട്, ചിത്രചേച്ചി പറയാറുണ്ട്, എന്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു പാട്ട് ഹാർമോണിയത്തിൽ ഇരുന്ന് പഠിച്ചു പാടാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് അവരൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളെന്ത് പറയണം? ബാബുക്കെ എൻ്റെ ഉപ്പയുടെ സുഹൃത്തായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കോഴിക്കോടിനേക്കാൾ കൂടുതൽ വന്നിരുന്നു പലപ്പോഴും. എൻ്റെ വീട്ടിലെ ഹാർമോണിയം ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഹാർമോണിയം വായിച്ചിരുന്നു. ഞാൻ ഒരുപാട് പാട്ടുകളാണ്, എന്നാലും ഒരു നമുക്ക് ഒരു എന്താ പറയുക, കുറച്ച് ടെമ്പോ ഉള്ള പാട്ട് എന്ന് പറയുമല്ലോ പെരുന്നാളിൻ്റെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പം മാത്രം നിർത്താം, അതിൻ്റെ ഒരു ഭാഗം പാടാം. അനുപല്ലയും മുതൽ പാടാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങു ഞാൻ വിരിക്കാം. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങു ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം.